ഇന്ന് ഈ സെഷനിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം ഫിഖ്ഹു തഹവുലാത്ത്, മനുഷ്യൻ, കാലം എന്നുള്ളതാണ്. ഫിഖ്ഹു തഹവുലാത്ത് എന്ന പരിശുദ്ധ ഇസ്ലാമിലെ ഒരു പുതിയ വിജ്ഞാന ശാഖയെക്കുറിച്ച് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ സെഷൻ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. യമനിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മരണപ്പെട്ടുപോയ ഷെയ്ഖ് അബൂബക്കർ അൽ അദനി അൽ മഷ്ഹൂർ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരാണ് ഈ വിജ്ഞാന ശാഖയുടെ ഉപജ്ഞാതാവ്. അബൂബക്കർ അദനി അൽ മഷ്ഹൂറിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ പറയാം. അതിനു മുന്നേ എന്താണ് ഫിഖ്ഹു തഹവുലാത്ത് എന്നതിനെക്കുറിച്ചൊരു ചെറിയ ധാരണ നൽകാം. ഫിഖ്ഹു തഹവുലാത്ത് എന്ന പരാമർശം കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് കർമ്മശാസ്ത്ര സംബന്ധിയായ എന്തോ വിഷയങ്ങളായിരിക്കും ഇതിൽ പറയുക എന്നതായിരിക്കും. പക്ഷേ ഇവിടെ ഫിഖ്ഹ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഇൽമ് എന്ന അർത്ഥത്തിനാണ്, ജ്ഞാനം എന്ന അർത്ഥത്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണാം. ഫിഖ്ഹു സീറ, ഫിഖ്ഹുൽ ലുഗ എന്നൊക്കെ തുടങ്ങി സീറയുടെയും അതുപോലെ തന്നെ ഭാഷാശാസ്ത്രത്തിൻ്റെയും ഒക്കെ അതിൻ്റെ ഉസൂലുകൾ പറയുന്ന വിജ്ഞാന ശാഖകളിൽ ഫിഖ്ഹ് എന്ന് ഉപയോഗിച്ചത് കാണാം. അതുപോലൊരു പ്രയോഗമാണ് ഫിഖ്ഹു തഹവുലാത്തിൽ ഫിഖ്ഹ് എന്നതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്ഞാനം, ശാസ്ത്രം എന്നൊക്കെയാണ് അർത്ഥം. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗം അത്തഹവുലാത്ത്. തഹവുലാത്ത് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം, ഡൈവേഷൻസ്. അപ്പോൾ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, എന്ത് മാറ്റങ്ങളെയാണ്, ആരുടെ മാറ്റങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നതാണ്. മനുഷ്യർക്കുള്ള മാറ്റങ്ങൾ. നമ്മളൊക്കെ അറിയാതെ ദിനേന മാറിക്കൊണ്ടിരിക്കുന്നവരാണ്. ഈ മാറ്റങ്ങൾക്ക് മുന്നിൽ നമ്മൾ എങ്ങനെയാണ് ഇസ്ലാമികമായിട്ട് പിടിച്ചു നിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ശാസ്ത്രശാഖ നമ്മളെ ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അബൂബക്കർ അൽ അദനി അൽ മഷ്ഹൂർ പറയുന്നു, അൽ ഇൽമുൽ ഇഹ്തിയാത്തി എന്ന് കൂടി ഇതിനെ വിളിക്കാമെന്ന്. അൽ ഇൽമുൽ ഇഹ്തിയാത്തി, അൽ ഇൽമുൽ ഇഹ്തിയാത്തി എന്ന് പറഞ്ഞാൽ ജാഗ്രത നൽകുന്ന വിജ്ഞാനം എന്നുകൂടി ഇതിന് പേര് പറയാമെന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഏറെക്കുറെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും. ഖിയാമത്ത് നാളിനോടടുത്ത് വരുമ്പോൾ, അന്ത്യദിനത്തോടടുത്ത് വരുമ്പോൾ ലോകത്തിൻ്റെ ദ്രുതഗതിയിലുള്ള മാറ്റത്തിൽ അത് നമ്മളെയൊക്കെ എങ്ങനെയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്, പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മളിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്ത് എന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ പരാമർശിക്കുന്ന വിഷയം. അപ്പോൾ ഈ മാറ്റങ്ങൾ ആര് പറഞ്ഞു തരണം? അത് നമുക്ക് പറഞ്ഞു തരേണ്ടത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കാരണം അവിടുന്നാണ് ലോകാവസാനം വരെ മനുഷ്യർക്ക് സംഭവിക്കുന്ന മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, എന്തൊക്കെ ആ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കിടയിൽ നമ്മളായി പിടിച്ചു നിൽക്കാൻ, നമ്മൾ നമ്മളാവുക എന്ന് പറയാറുണ്ടല്ലോ. അപ്പം നമ്മളായി പിടിച്ചു നിൽക്കാൻ ഈ കാലഘട്ടത്തിൻ്റെ കുത്തിയൊഴുക്കിനിടയിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതാണ് ഈ വിജ്ഞാന ശാഖ നമ്മളോട് പറയുന്നത്. അപ്പോൾ അതാണ് ഫിഖ്ഹു തഹവുലാത്തിൻ്റെ ഒരു ചെറിയ രൂപം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ ആരാണ് അബൂബക്കർ അൽ അദനി അൽ മഷ്ഹൂർ എന്നതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ ബുഖാരി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളറാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ അബൂബക്കർ അൽ അദനി അൽ മഷ്ഹൂറിനെ കുറിച്ചുള്ള ആമുഖത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫിഖ്ഹു തഹവുലാത്ത് എന്ന ശാസ്ത്ര ശാഖയുടെ ഉപജ്ഞാതാവ് ഹബീബ് അബൂബക്കർ അൽ അദനി ബിൻ അലി അൽ മഷ്ഹൂർ
യമനിലെ അഹ്വർ എന്ന സ്ഥലത്ത് ജനിച്ച് അദനിൽ സേവനം ചെയ്ത് അൽ അദനി എന്ന സ്ഥാനപ്പേര് ലഭിച്ച ഒരു വ്യക്തിത്വമാണ്. മുഫക്കിറുൽ ഇസ്ലാം ഫിൽ യമൻ, ഇസ്ലാമിക ചിന്തകൻ എന്ന് പേര് കേട്ട ഒട്ടേറെ ഗ്രന്ഥങ്ങളുടെ രചയിതാവും നല്ല ഒരു പ്രഭാഷകനും ദാഇയുമായ മഹാനായ ഹബീബ് അബൂബക്കറുൽ അദനി ബിൻ അലി അൽ മഷ്ഹൂർ സ്വന്തം ജന്മനാടായ അഹ്വറിൽ അദ്ദേഹത്തിൻ്റെ പിതാവായ അലി അൽ മഷ്ഹൂർ എന്ന മഹാനവറുകളുടെ അടുത്തു നിന്നാണ് പ്രാഥമിക പഠനങ്ങളൊക്കെ പൂർത്തിയാക്കുന്നത്. പിന്നീട് അദ്ദേഹം വിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കുന്നു. സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം അദനിലേക്ക് മാറുന്നു. സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ജാമിഅത്തുൽ ഏദൻ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഖിസ്മുൽ ലുഗ പഠിക്കുന്നു. ലുഗയിൽ അദ്ദേഹം ഡിഗ്രി എടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം അതോടൊപ്പം തന്നെ മതപഠനവും പൂർത്തിയാക്കുകയാണ്. ഒട്ടേറെ പണ്ഡിതന്മാരിൽ നിന്നും നാട്ടിൽ വെച്ച് തന്നെ പിതാവിൽ നിന്നും പ്രധാനമായും മറ്റു പണ്ഡിതന്മാരിൽ നിന്നുമൊക്കെയായി ഇൽമ കരസ്ഥമാക്കുകയും ഹിജറ 1400 അദ്ദേഹം ഹിജാസിലേക്ക് പോവുകയാണ്. അഥവാ മക്ക, മദീന, ജിദ്ദ ഭാഗങ്ങളിലൊക്കെ അദ്ദേഹം ഉപരിപഠനത്തിനായി പോവുകയാണ്. ഹബീബ് അബ്ദുൽ ഖാദിർ അസ്സഖാഫ് റളിയല്ലാഹു അൻഹു യമനിലെ വിശ്രുതനായൊരു പണ്ഡിതനാണ്. ഒട്ടേറെ ശിഷ്യഗണങ്ങളുള്ള മഹാനവറുകൾ. അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് പിന്നീട് അദ്ദേഹം പഠനം തുടരുന്നത്. ദീർഘമായ 12 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സ്വന്തം നാടാകുന്ന യമനിലേക്ക് തന്നെ മടങ്ങുകയാണ്. പിന്നീട് അദ്ദേഹം ഇസ്ലാമിക ദഅവത്തിൻ്റെ മേഖലയിൽ സജീവമായ ഒരു സാന്നിധ്യമായി മാറുന്നു. ഒട്ടേറെ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ അദ്ദേഹം സ്ഥാപിക്കുന്നു. ധാരാളം മദ്രസകളും പള്ളികളും അദ്ദേഹം നാട്ടിലും അയൽനാടുകളിലുമായി അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ധാരാളം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളാണ് അദ്ദേഹം നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ദീനി സേവനം കൊണ്ട് സാധ്യമാക്കിയത്. പിന്നീട് അദ്ദേഹം ഹുസൈസ എന്ന് പറയുന്ന സ്ഥലത്ത്, യമനിലെ ഹദ്റമൗത്തിലെ ഹുസൈസയിൽ അദ്ദേഹം ജാമിഅ അൽ വസതിയ്യ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സേവനങ്ങളുടെ ഒക്കെ പ്രതിഫലമായി അദ്ദേഹം പഠിച്ചിറങ്ങിയ ജാമിഅത്തുൽ അദൻ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകുന്നുണ്ട്. അദ്ദേഹം ഒട്ടേറെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. കണ്ടെടുക്കപ്പെട്ട, പബ്ലിഷ് ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 150ഓളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 70-ലധികം ഗ്രന്ഥങ്ങളും അദ്ദേഹം കവിതാ രൂപത്തിലുള്ള കവിതാ സമാഹാരങ്ങളും കവിതാ പുസ്തകങ്ങളുമായിട്ടാണ് അദ്ദേഹം രചന നടത്തിയിട്ടുള്ളത്. അതിലൂടെ ഒരുപാട് മറസിയാത്തുകളും തറാജിമുകളും മറ്റു ആനുകാലിക വിഷയങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് ഒട്ടനവധി ദീവാനുകളുണ്ട്. ഏകദേശം 5 ദീവാനുകൾ, അതിലൊട്ടേറെ കവിതകൾ, ഖസായിദുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ബുകാ ഉൽ ഖലം, അതുപോലെ തന്നെ അൽ മൗരിദുൽ അസ്ബ്, സുവറുൻ നാത്തിഖ. ഒട്ടേറെ സോഷ്യൽ മീഡിയകളിൽ വരുന്ന ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾക്ക് അനുസൃതമായി വളരെ പെട്ടെന്ന് തന്നെ കവിത രചിക്കുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നല്ല സുന്ദരമായ ഒരു കാഴ്ച ഈ അടുത്ത അദ്ദേഹത്തിൻ്റെ വഫാത്ത് വരെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഐലൻ കുർദിയുടെ ആ ചിത്രം വെച്ചുകൊണ്ടുള്ള ആ കവിതയൊക്കെ വളരെ പ്രശസ്തമാണ്. ലോകത്തത് ഒരു ചർച്ചാ വിഷയം പോലും ആക്കിയതാണ്. അതുപോലെ അദ്ദേഹത്തിന് അദബുർ രഹ്ല, സഞ്ചാര സാഹിത്യമുണ്ട്. അൽ ഖുറൂജു മിൻ ദാഇറത്തുൽ ഹംറാ
എന്നാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാര സാഹിത്യത്തിൻ്റെ പേര്. അദ്ദേഹം അഹ്വറിൽ നിന്നും അദനിലേക്കും അദനിൽ നിന്നും ഹിജാസിലേക്കും നടത്തിയ ദീർഘമായ സഞ്ചാരത്തെക്കുറിച്ചാണ് ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, നമ്മളിവിടെ ചർച്ചാ വിഷയമായിരിക്കുന്ന ഫിഖ്ഹു തഹവ്വുലാത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഒരു ഫന്നാണ്. അതിൽ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിക്കുകയും ഒട്ടേറെ പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടാണ് കഴിഞ്ഞ വർഷം 2022 ജൂലൈ 27 അദ്ദേഹം ജോർദാനിൽ വെച്ച് ഈ ലോകത്തോട് വിട പറയുന്നത്. ഹദ്റമൗത്തിലെ സമ്പലിൽ, തെരീമിലെ സമ്പലിലാണ് അദ്ദേഹം മറവ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത്. അദ്ദേഹം ഈ ഫിഖ്ഹു തഹവ്വുലാത്ത് എന്ന് പറയുന്ന ഈ ഫന്നിൽ രചിച്ച ഗ്രന്ഥങ്ങൾ നുബുദത്തുൻ നുബുദ, അൽ ഇഖ്ലീദ്, ദവാഇറുൽ ഇആദ, അൽ ഉസസ് വൽ മുൻതലിഖാത്ത് തുടങ്ങിയ ധാരാളം ഗ്രന്ഥങ്ങൾ, അതിനുശേഷവും മറ്റു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ധാരാളം ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ തന്നെ രചിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടേറെ സേവനങ്ങൾ വൈജ്ഞാനിക ആത്മീയ നവോത്ഥാനത്തിന് വലിയ ഒരു മുന്നേറ്റം സാധ്യമാക്കിയ മഹാനവറുകൾ അദ്ദേഹം കൊണ്ടുവന്ന, അദ്ദേഹം സമൂഹത്തിന് സമർപ്പിച്ച ഒരു ഫന്നാണ്, ഒരു ശാസ്ത്രശാഖയാണ് ഫിഖ്ഹു തഹവ്വുലാത്ത്. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക്, അതിൻ്റെ ഫിഖ്ഹു തഹവ്വുലാത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ സംസാരം കടന്നു പോവുകയാണ്. ഫിഖ്ഹു തഹവ്വുലാത്തിൽ നമ്മളോടൊപ്പം ഉള്ള മറ്റൊരു അതിഥി റാഫി സുറൈജ് സഖാഫി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അബൂബക്കർ അൽ മഷ്ഹൂർ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ കാലഘട്ടത്തോട് അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു വലിയ സേവനമാണ്. ഈ കാലഘട്ടത്തിന് അദ്ദേഹത്തിൻ്റെ വകയായിട്ടുള്ള ഒരു വലിയ സേവനമാണ് ഫിഖ്ഹു തഹവ്വുലാത്ത്. പഴയ കാലഭാഷയിൽ പറഞ്ഞാൽ അത് ഇൽമു അശ്റാത്ത് സാഅ എന്ന് നമുക്ക് പറയാം. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ. പക്ഷേ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ പോലെ നമ്മൾ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാറുണ്ട്, അന്ത്യനാൾ, വെളിപ്പാടകലെ എന്നൊക്കെ പറഞ്ഞ് കേവലം ക്രമപ്രവൃദ്ധമല്ലാത്ത, ഒരു ക്രമീകരിക്കപ്പെടാതെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിന് പകരം ഖിയാമത്ത് നാളിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഹദീസുകളിലും അതുപോലെ തന്നെ ഖുർആനിലും വന്നിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ മറ്റു ശാസ്ത്രശാഖകളെപ്പോലെ പരിശുദ്ധമായ ഫിഖ്ഹ്, തസവുഫ്, അതുപോലെ തന്നെ ഇൽമുൽ അഖീദ തുടങ്ങിയ ശാസ്ത്രശാഖകളെപ്പോലെ ക്രോഡീകരിക്കപ്പെടാതെ കിടന്നിരുന്ന അശ്റാത്ത് സാഅയുടെ വിവരങ്ങളെ വളരെ നന്നായി ക്രോഡീകരിക്കുക മാത്രമല്ല, അതിലെ മുഴുവൻ നിർവചനങ്ങളും അദ്ദേഹം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇതിലുപയോഗിക്കുന്ന സാങ്കേതിക പദങ്ങൾക്കുള്ള നിർവചനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ സാങ്കേതിക പദാവലികൾ എന്തൊക്കെയാണ്. സാധാരണഗതിയിൽ ഒരു ശാസ്ത്രശാഖ രൂപപ്പെട്ടു വന്ന് അതിൻ്റെ ഉപജ്ഞാതാവായിരിക്കില്ല പലപ്പോഴും അതിൻ്റെ വിശദീകരണങ്ങൾ നൽകുന്നത്. പക്ഷേ എന്നാൽ ഈ ഫിഖ്ഹു തഹവ്വുലാത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രാഥമിക ഗ്രന്ഥങ്ങളും രചിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ അതിലുള്ള വിശദമായ ഗ്രന്ഥങ്ങളും രചന നടത്തിയിരിക്കുന്നത് അബൂബക്കർ അൽ മഷ്ഹൂർ തന്നെയാണ്. അദ്ദേഹം നമ്മളോട് ചോദിക്കുന്ന വളരെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫിഖ്ഹു തഹവ്വുലാത്ത് എന്തുകൊണ്ടും പ്രസക്തമാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അദ്ദേഹം പറയുന്നത് ഹദീസ് ഉമ്മസുന്ന, ഹദീസുകളുടെ എല്ലാം ഉമ്മ എന്നറിയപ്പെടുന്ന ഹദീസ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഹദീസാണ്, അത് വിശദമായി പറയുന്നില്ല. ഒരു ദിവസം സ്വഹാബത്ത് ഇരിക്കുന്നിടത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപം പൂണ്ടുകൊണ്ട് കടന്നു വരികയാണ്. കടന്നു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞാൽ, ഇസ്ലാമു അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ തുഖീമസ് സ്വലാത്ത വ തുഅ്തിയസ് സകാത്ത വ തസൂമ റമളാന വ തുഹിജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ഇസ്ലാം എന്നാൽ
അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനെന്നും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും സത്യസാക്ഷ്യം വഹിക്കുകയും നിസ്കാരം കൃത്യമായി നിലനിർത്തുകയും സകാത്തുകൾ നിർവഹിക്കുകയും റമളാൻ മാസത്തിൽ നോമ്പെടുക്കുകയും ഹജ്ജിന് സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ സാധിക്കുമെങ്കിൽ ഹജ്ജ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ആഗതനായ വ്യക്തി ജിബ്രീൽ അലൈഹിസ്സലാമാണെന്ന് സ്വഹാബത്തിന് മനസ്സിലായിട്ടില്ല. പരിചിതനല്ലാത്ത ഒരു വ്യക്തിയാണ് മുന്നിലിരിക്കുന്നത് തിരുനബിയുടെ. അവർ പറഞ്ഞു, സദഖ്ത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ സ്വഹാബത്ത് പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഉമർ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അത്ഭുതപ്പെട്ടു. കാരണം ഒരാൾ ചോദിച്ചു പഠിക്കുമ്പോൾ പഠിതാവ് തന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന രൂപത്തിൽ സ്വാഭാവികമായിട്ടും പറയാറില്ലല്ലോ. ഇത് കേട്ടിട്ട് പറയാണ്, സദഖ്ത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം, അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ സാധാരണ നമുക്കറിയുന്ന 6 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തപ്പോഴും ആഗതൻ പറഞ്ഞത് സദഖ്ത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അത് കഴിഞ്ഞ് ചോദിച്ചു, ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, എനിക്ക് നിങ്ങൾ ആത്മീയതയെക്കുറിച്ച് പറഞ്ഞു തരണം. ഇസ്ലാമിലെ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കുക. നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നിങ്ങളെ കാണുന്നുണ്ടെന്ന ബോധത്തിലായിരിക്കണം ആരാധിക്കേണ്ടത് എന്ന മുറാഖബയുടെ മനോഹരമായ പാഠം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കാൻ. ആ സമയത്തും ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, സദഖ്ത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അവസാനം ചോദിച്ചൊരു ചോദ്യം, ഇവിടെയാണ് അബൂബക്കർ അൽ മശഹൂർ നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നത്. അവസാനം ചോദിക്കുന്നു, ഫഅഖ്ബിർനി അനിസ്സാ, എനിക്ക് ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സാഇൽ, ചോദ്യകർത്താവിനേക്കാൾ അറിയുന്ന ആളല്ല ചോദിക്കപ്പെടുന്നയാൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാനിത് വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല, നമ്മുടെ വിഷയത്തിലേക്ക് വന്നാം. അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഫഅഖ്ബിർനി അൻ അമാറാത്തിഹ, എങ്കിൽ അതിൻ്റെ അടയാളങ്ങളൊന്ന് പറഞ്ഞു തരാമോ. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തിനാണ് ഈ അടയാളങ്ങൾ ചോദിക്കുന്നത്? ഇതാണ് അബൂബക്കർ അൽ മശഹൂർ പ്രശ്നവൽക്കരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ അടയാളങ്ങൾ ചോദിച്ച് തരുന്നത്, അല്ലെങ്കിൽ ചോദിച്ച് നമുക്ക് വേണ്ടി ചോദിക്കുകയാണ്. എന്താണ് അതിൻ്റെ അടയാളങ്ങൾ? അപ്പോൾ പറഞ്ഞു, അൻ തലിദൽ അമതു റബ്ബതഹ, മറ്റൊരു റിവായത്തിലുള്ളത് അൻ തലിദൽ അമതു റബ്ബഹ, അടിമ സ്ത്രീ യജമാനത്തിയെ അല്ലെങ്കിൽ യജമാനനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, വാൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലലി അൽ ആലതരി അശാഇ യതതാവലൂന ഫിൽ ബുനിയാൻ, നഗ്നപാതരും അതുപോലെ തന്നെ പൂർണ്ണ വസ്ത്രം ധരിക്കാനില്ലാത്തവരുമായി അർദ്ധനഗ്നരൊക്കെയായി നടന്നിരുന്ന മനുഷ്യർ, അവർ പിന്നീട് വലിയ വലിയ കെട്ടിടങ്ങളും മറ്റുമൊക്കെ നിർമ്മിക്കുകയും അതിൻ്റെ പേരിൽ അഭിമാനവും അഹങ്കാരവും നടിക്കുന്ന ഒരു കാലം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള മറ്റു 3 കാര്യങ്ങളും ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുത്തത് പണ്ഡിതന്മാർ പിൽക്കാലത്ത് അത് ക്രോഡീകരിക്കുകയും നമുക്ക് പരിശുദ്ധമായ ഫിഖ്ഹായി അതിനെ ക്രോഡീകരിക്കപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ശേഷം മൽ ഈമാനു എന്ന് ചോദിച്ചതിനെ വിശദമായിട്ട് ഒരു വിജ്ഞാന ശാഖയായി ഇൽമുൽ കലാം എന്നും ഇൽമുൽ അഖീദ എന്നും പേരിൽ ക്രോഡീകരിക്കപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഇൽമുൽ ഇഹ്സാൻ, ഇൽമുൽ അദബ് വസ്സുലൂഖ് അല്ലെങ്കിൽ ഇൽമുൽ തസവ്വുഫ് എന്ന പേരിൽ ആത്മീയ വിജ്ഞാന ശാഖകളും ക്രോഡീകരിക്കപ്പെടുകയുണ്ടായി. ഇത് കഴിഞ്ഞ് ഇതെല്ലാം വളരെ മനോഹരമായിട്ട് ക്രോഡീകരിക്കപ്പെടുകയും അതിലേക്ക് വ്യത്യസ്ത വിചാരധാരകൾ മദ്ഹബുകളായി പോലും രൂപപ്പെടുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അബൂബക്കർ അൽ മശഹൂർ ചോദിക്കുന്നുണ്ടെങ്കിൽ ഖിയാമത്ത് സാ അത് എവിടെ പോയി? ഖിയാമത്ത് നാൾ എന്ന് പറയുന്ന ഒരു 4ാമത്തെ ഒരു ഘടകം കൂടി ശരിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് അങ്ങനെയാണ് എന്ന് ആ ഹദീസിൻ്റെ തന്നെ അവസാനത്തിൽ നമുക്ക് മനസ്സിലാവും. കാരണം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, യാ ഉമർ അതദ്രി മനിസായിൽ, ഉമർ നിങ്ങൾക്കറിയും ആരാ വന്നത്? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു റസൂലുഹു ആലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പറയുന്ന മറുപടി, ഫഇന്നഹു ജിബ്രീലു അതാകും യുഅല്ലിമുക്കും ദീനക്കും എന്നാണ്.
വന്നിരിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, നിങ്ങളുടെ ദീൻ നിങ്ങളെ പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഇവിടെ പറഞ്ഞൊരു വാചകം, അവസാനത്തിൽ പറഞ്ഞ വാചകം, അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ മതം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, അതുപോലെ തന്നെ തസ്കിയത്തിൻ്റെ പാഠങ്ങൾ, ഇത് മൂന്നും മാത്രമല്ല മതം എന്ന് പറയുന്നത്. അവസാനം ചോദിച്ച മതസ്സാഅത്തു യാ റസൂലല്ലാഹ് എന്നത് കൂടി ഉൾക്കൊള്ളുന്നതാണ് മതപാഠങ്ങൾ എന്നാണ് അബൂബക്കർ അൽ മശൂർ നമ്മളോട് പറയുന്നത്. അപ്പോൾ പക്ഷേ നേരത്തെ അസ്റു തദ്വീൻ വിഷയങ്ങളൊക്കെ ക്രോഡീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ പക്ഷേ ഇത് അത്രത്തോളം പ്രസക്തമായിരുന്നില്ല. ഇന്ന് ആധുനിക ടെക്നോളജിയുടെയും കാലത്തിൻ്റെ ദ്രുതഗതിയിലുള്ള മാറ്റത്തിൻ്റെയും കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വച്ചിട്ടുള്ള വളരെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിജ്ഞാനശാഖ നിർബന്ധമായും വളരെ ചിട്ടയോടുകൂടി, വളരെ ക്രമീകരണത്തോടുകൂടി ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഫിഖ്ഹ് തഹവ്വുലാത്തിലൂടെ ബഹുമാനപ്പെട്ട അബൂബക്കർ അൽ മശൂറിൽ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹാഫിസ് റജീദിൻ്റെ തുടർച്ച പറയുന്നതാണ്. വീണ്ടും നമുക്ക് ചർച്ചയിലേക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ വിശദീകരിക്കപ്പെട്ട പോലെ ഹദീസ് ജിബ്രീൽ എന്ന് പറയുന്നതിൽ നിന്നാണ് ഈ വിജ്ഞാനശാഖ വികസിക്കുന്നത്. അതാക്കും ജിബ്രീൽ യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുള്ളത്. ഈ മതത്തിൻ്റെ 4 അടിസ്ഥാന ഘടകങ്ങളിലൊന്നായ ഈ അലാമാത്തു സായുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങൾ പൂർവ്വകാലങ്ങളിൽ മറ്റ് വിജ്ഞാന ശാഖകളുടെ അനുബന്ധമായോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒരു ഭാഗമായിട്ടോ ആയിരുന്നു പരാമർശിക്കപ്പെട്ടിരുന്നത്. പിന്നീടാണ് നേരത്തെ പറഞ്ഞ പോലെ അബൂബക്കർ അൽ അദ്നി തങ്ങൾ ഇത് സ്വതന്ത്രമായൊരു ശാഖയായി വികസിപ്പിക്കുന്നത്. അതിന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നൊരു കാര്യമുണ്ട്. അവസാന കാലം വരുന്ന സമയത്ത് ഈ ഉമ്മത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ ജനങ്ങൾ ആദ്യത്തെ ആളുകൾ ശപിക്കുന്നൊരു ഘട്ടം വരുന്ന സമയത്ത് നിങ്ങൾക്കുള്ള അറിവ് നിങ്ങൾ പ്രകടിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയും മതപരമായ ബോധ്യങ്ങൾ പരിമിതമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമയസന്ധിയിലാണ് അബൂബക്കർ അൽ അദ്നി തങ്ങൾ ഇതിനെ ഒരു വിജ്ഞാന ശാഖയായി വികസിപ്പിക്കുന്നതും ഇതിൻ്റെ വിശദാംശങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇത് വികസിക്കുന്നത് നേരത്തെ പറഞ്ഞ 2 അടയാളങ്ങളിൽ നിന്നാണ്. നിങ്ങൾക്ക് അമത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ അടിമ ഉടമയെ പ്രസവിക്കുന്നതായിട്ട് കാണാൻ പറ്റുമെന്ന്, അഥവാ സിസ്റ്റം നേർ വിപരീത ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അതിലൊന്നാണ് നിലനിൽക്കേണ്ട അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതി നേർ വിപരീത ദിശയിൽ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ സഞ്ചരിച്ചു തുടങ്ങുക എന്നുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇസ്ലാമിക കൺസെപ്റ്റ് പ്രകാരം അറിവിൻ്റെ വ്യവഹാരങ്ങൾ എന്ന് പറയുന്നിടത്ത് കേന്ദ്രസ്ഥാനം എപ്പോഴും ഗുരുവിനാണ്. ഗുരുവിൽ നിന്നാണ് വിജ്ഞാനം ശിഷ്യനിലേക്ക് പകരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള നുബുവത്ത് ലഭിച്ച അമ്പിയാക്കൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു നബിയെ ഒരു ഗുരുവിനെ മാധ്യമമാക്കിയിട്ടാണ് അള്ളാഹു വിജ്ഞാനം എന്ന് പറയുന്ന നൂറിനെ അവരിലേക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. ഈ ഒരു ഗുരു വിജ്ഞാനം ശിഷ്യൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം അത് നേർ വിപരീത ദിശയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? വിജ്ഞാനം എന്ന് പറയുന്നത് ചരക്കുവൽക്കരിക്കപ്പെടുകയാണ്. ആധുനിക കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് വിജ്ഞാനം, അറിവ് എന്ന് പറയുന്നത് കേവലം ചരക്കായി മാത്രം പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ചരക്കായി പരിഗണിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ചരക്കിൽ എപ്പോഴും കസ്റ്റമർക്കായിരിക്കും പ്രാധാന്യം കൂടുതലുണ്ടാവുക. കാരണം ഈ ചരക്ക് സ്വീകരിക്കുന്ന ആൾ അല്ലെങ്കിൽ കസ്റ്റമർ എന്ന് നമ്മൾ പറയുന്ന ആൾക്കായിരിക്കും പരിഗണന കൂടുതൽ ലഭിക്കുക. ഗുരു എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഒരു പ്രൊഡ്യൂസറോ അതല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി മാത്രം പരിഗണിക്കപ്പെടും. അഥവാ നേരത്തെ ഗുരു വിജ്ഞാനം ശിഷ്യൻ എന്ന് പറയുന്ന സിസ്റ്റം നേർ മാറുകയും ഏറ്റവും മുകളിലായി വിദ്യാർത്ഥി പ്രതിഷ്ഠിക്കപ്പെടുന്നു, അല്ലെങ്കിൽ കസ്റ്റമർ എന്ന പരിഗണനയിൽ വിദ്യാർത്ഥി മാറുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അധ്യാപകൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്ന പവിത്രത നശിച്ചു പോവുകയും അധ്യാപകനെതിരെ കൊലവിളി മുഴക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തെങ്കിലും ആക്രമണങ്ങൾക്കെല്ലാം തുനിയുന്ന വിദ്യാർത്ഥി മഹത്വവൽക്കരിക്കപ്പെടുകയും അധ്യാപകൻ എന്ന് പറയുന്നത് കൂടുതൽ കർശനമായി നിരീക്ഷിക്കപ്പെടുന്ന, തർബിയത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പോലും നടക്കുന്ന പല ശിക്ഷണ നടപടികൾ പോലും വലിയ വിചാരണ ചെയ്യപ്പെടുകയും അതൊരു കുറ്റമായി മാറുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യം ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സാഹചര്യത്തെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റൊന്ന്, മതപരമായി നമ്മൾ ഇതിനെ വായിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പ്രഖ്യാപിച്ചതാണ് ഈ മതം പൂർണ്ണമായിട്ടുണ്ട് എന്നുള്ളത്.
അഥവാ ഈ മതം നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു, അത് കൃത്യമായി അനുസരിച്ച് അനുധാവനം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിരിക്കുന്നത്. എന്നാൽ ആധുനിക മനുഷ്യന്റെ കാഴ്ചപ്പാടനുസരിച്ച് മനുഷ്യൻ നവീകരിക്കപ്പെടേണ്ടതാണ് എന്ന ധാരണയില്ല. പകരം മതം നവീകരിക്കപ്പെടേണ്ടതാണ്. മതങ്ങൾ ആധുനികതയോട് സംവദിക്കാൻ പലപ്പോഴും പര്യാപ്തമല്ല. അതുകൊണ്ട് മതപരമായ അല്ലെങ്കിൽ മതാത്മക ആശയങ്ങൾ നവീകരണത്തിന് വിധേയമാവണം. അഥവാ നവീകരിക്കാൻ വേണ്ടി, മനുഷ്യനെ നവീകരിക്കാൻ വേണ്ടി ഇവിടെ സംവിധാനിക്കപ്പെട്ട ഒരു മതം എന്ന് പറയുന്നത് നേർ അടിയിലേക്ക് മാറുകയും മതത്തെ നവീകരിക്കാൻ മനുഷ്യൻ പ്രാപ്തനായിട്ടുണ്ട് എന്ന ഒരു വികലമായ ധാരണ വികസിച്ചു വരികയും ചെയ്യുന്നു. അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലനിൽക്കേണ്ട ഒരു സമ്പ്രദായം അതിൻ്റെ നേർ വിപരീത ദിശയിൽ സഞ്ചരിച്ചു തുടങ്ങുന്ന ഒരു കാലം എന്നുള്ളത് കൂടിയാണ് ഈ ഹദീസിൻ്റെ വിശദീകരണമായിട്ട് നമുക്ക് പറയാവുന്നൊരു കാര്യം. മഹാനായ ഹബീബ് അബൂബക്കർ അൽ-അദനി ബിൻ അലി അൽ മഷ്ഹൂർ തങ്ങൾ ഫിഖ്ഹു തഹവൂലാത്ത് രൂപീകരിക്കുമ്പോൾ അലാമാത്തു സാഅത്തിനെ വ്യത്യസ്തമായ ഭാഗങ്ങളാക്കി തിരിക്കുന്നുണ്ട്. അലാമാത്തു സുഹറ അല്ലെങ്കിൽ അഷ്റാത്തു സുഹറ, അഷ്റാത്തുൽ ഉസ്ത, അതുപോലെ തന്നെ അഷ്റാത്തുൽ കുബറ, ഇങ്ങനെ 3 ഭാഗങ്ങൾ. നേരത്തെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെയുള്ള അലാമാത്തുകൾ, അന്ത്യദിനത്തിൽ ആദ്യം വരുന്ന അടയാളങ്ങൾ, അതിൻ്റെ ഗണത്തിൽ അദ്ദേഹം എണ്ണുന്നത് ഹദീസുകളുടെയൊക്കെ വെളിച്ചത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം വരെ അലാമാത്തു സാഅത്തിലെ ഈ സുഹറയുടെ കൂട്ടത്തിൽ എണ്ണുന്നുണ്ട്. കുബറ നമുക്കൊക്കെ അറിയാം, അവസാനം വരുന്ന 10 കാര്യങ്ങൾ. ഇതുപോലെ ധാരാളം സുഹറയുടെ കൂട്ടത്തിൽ, ചെറിയ അടയാളങ്ങളുടെ കൂട്ടത്തിൽ പുതിയ ലോകത്ത് നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സിസ്റ്റങ്ങളുടെ മാറ്റങ്ങൾ, നേർവിപരീത ദിശയിലേക്ക് പോകുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹം എണ്ണുന്ന ഖബ്ദുൽ ഇൽമി വളുഹൂരിൽ ജഹൽ, ഇൽമിനെ പിടിക്കുന്നു, അതുപോലെ തന്നെ ജഹൽ ഇവിടെ പ്രകടമാകുന്നു, അജ്ഞത പ്രകടമാകുന്നു. എങ്ങനെയാണ് ജ്ഞാനം ഇല്ലാതെയാകുന്നത് അല്ലെങ്കിൽ ഇൽമ് ഇല്ലാതെയാകുന്നത് എന്ന ഒരു വിശദീകരണം മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷറഹ് മുസ്ലിമിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അത് മഹാന്മാരായ പണ്ഡിതന്മാർ അവർ മരണപ്പെട്ടു പോകലാണ്. അത് ഒരു വിശദീകരണമാണ്. ഇൽമ് തടയപ്പെടുന്ന അല്ലെങ്കിൽ അത് പിടിക്കപ്പെടുന്ന ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം ഈ ഒരു ഗണത്തിൽ വരും. അതിൽ പണ്ഡിതന്മാർ കാരാഗ്രഹത്തിൽ അടക്കപ്പെടുക തുടങ്ങിയിട്ടുള്ള ഏത് കാര്യങ്ങളാണെങ്കിലും ജ്ഞാനം കൈമാറ്റം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പണ്ഡിതന്മാർ മാറുക. അത് ഭരണകൂടത്തിൻ്റെ ഭീഷണികൾ, തുടർന്നുള്ള പണ്ഡിതന്മാർക്ക് എതിരെയുള്ള ഭരണപരമായിട്ടുള്ള വിലക്കുകൾ തുടങ്ങിയുള്ള ഏത് കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും പണ്ഡിതന്മാരാണ് ഇവിടെ സമൂഹത്തിൽ ജ്ഞാനം കൈമാറേണ്ടത്, ഒരു സമൂഹത്തിനെ നേർദിശയിലേക്ക് നയിക്കേണ്ടത്. ആ ദിശയിൽ നിന്നും തെറ്റുന്ന രൂപത്തിൽ അതിൻ്റെ സിസ്റ്റം വിപരീതമാകുന്നതിൻ്റെ ഉദാഹരണമായിട്ട് പറയുമ്പോൾ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളുടെയും അതുപോലെ തന്നെ അരാജകത്വത്തിൻ്റെയും വക്താക്കളായി പണ്ഡിതന്മാർ മാറുന്നതും ഈ ഫിഖ്ഹു തഹവൂലാത്തിൻ്റെ താഴെ അദ്ദേഹം എണ്ണുന്നുണ്ട്. അത് വരുമെന്ന് നമുക്ക് അതും അതിൽ ഉൾപ്പെടുത്താമെന്ന് മഹാനവറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ 2 സുഹൃത്തുക്കളും പറഞ്ഞിട്ടുള്ള കാര്യം അവസാന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള 2 അടയാളങ്ങളാണ്. കുറേ അടയാളങ്ങളെ നബി തങ്ങൾ 2 കാര്യത്തിലേക്ക് ചുരുക്കുകയാണ് എന്നാണ് അബൂബക്കർ അൽ-അദ്നി അൽ മഷ്ഹൂർ നമ്മളോട് പറയുന്നത്. സാധാരണ നേരത്തെ നമ്മൾ ചിന്തിക്കും, ഇത് ഹദീസിൽ നമ്മൾ കേട്ടതാണല്ലോ, അൻതലിദല്ലമത്തു റബ്ബതഹ അല്ലെങ്കിൽ ഔ റബ്ബഹ, ഉമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ അവരുടെ യജമാനനെ അല്ലെങ്കിൽ യജമാനത്തേക്ക് ജന്മം നൽകുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്കതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു അർത്ഥമുണ്ട്. അതായത് മക്കൾ രക്ഷിതാക്കളെ അനുസരിക്കാത്തൊരു കാലഘട്ടം വരും എന്നൊരു സൂചന നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാൽ ഒരു വിജ്ഞാന ശാഖ ക്രോഡീകരിച്ചു എന്ന അർത്ഥത്തിൽ കുറച്ചുകൂടി ആഴത്തിലുള്ള അർത്ഥമാണ് അബൂബക്കർ അൽ-അദ്നി അൽ മഷ്ഹൂർ അതിന് നൽകുന്നത്. അതാണ് നമ്മൾ ഈ വിജ്ഞാന ശാഖയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അത് പക്ഷേ നമുക്ക് നമ്മുടെ ചിന്ത കൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയാത്തതും ഇസ്ലാം
ഇസ്ലാമിക വിജ്ഞാനികൾ, പ്രത്യേകിച്ചും ഇസ്ലാമിക ഹദീസുകളും ഖുർആനും അതിനപ്പുറം ഇസ്ലാമിക ചരിത്രങ്ങളുമൊക്കെ നന്നായി വായിക്കുകയും മനനം ചെയ്യുകയും ചെയ്തൊരു പണ്ഡിതൻ എന്ന നിലക്ക് അബൂബക്കർ അദ്നിൽ മഷ്ഹൂർ അതിന് നൽകുന്ന ഒരു വിശദീകരണം എങ്ങനെയാണ്? ഹുസൂലുൽ ഖലൽ ഫിൽ ഇൽമി വൽ ഇഅ്തിഖാദ്. നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെടുകയുണ്ടായി. പക്ഷെ അത് ഈ ഒരു ടേമിൻ്റെ താഴെയാണ് വരുന്നത്. ഹുസൂലുൽ ഖലൽ എന്ന് പറഞ്ഞാൽ കുഴപ്പങ്ങൾ ഉണ്ടാവുക, വിജ്ഞാനത്തിലും വിശ്വാസത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ വിശ്വാസത്തിലും വിജ്ഞാനത്തിലും അപഭ്രംശങ്ങൾ ഉണ്ടാകുമ്പോൾ, തെറ്റുകൾ സംഭവിക്കുമ്പോൾ, കുഴപ്പങ്ങൾ സംഭവിക്കുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെയാണ് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നേരത്തെ ഇവിടെ പറയേണ്ടായത്, ജ്ഞാനവുമായി അറിവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന അപകടങ്ങൾ. അപ്പോൾ അറിവിൽ നമുക്കറിയാം, നമ്മൾ പരമ്പരാഗതമായിട്ട് സനദുകളോടുകൂടി ഇസ്നാദോടുകൂടി സ്വീകരിക്കുന്ന വിജ്ഞാനങ്ങൾ പോലും കേവലം കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് നേരിട്ട് പകർത്തുന്നിടത്തേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറിവ് ഗുരുവിൽ നിന്ന് പഠിക്കുന്നതിന് പകരം അറിവ് കേവലം ഇൻഫർമേഷൻ, നമ്മൾ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലം എന്നാണ്. സാങ്കേതിക വിദ്യ എന്നാണ് പറയുന്നത്. വിദ്യയെ സാങ്കേതികത്വത്തോടാണ് നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൂഗിളിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ ChatGPTയുടെയും ഒക്കെ കാലഘട്ടത്തിൽ നമുക്കൊരു ഗുരുവിനെ ആവശ്യമില്ല, അല്ലാതെ തന്നെ പഠിക്കാൻ കഴിയും എന്ന ഒരു അഹങ്കാരത്തിലേക്ക് ലോകം വികസിക്കുന്നതോ അല്ലെങ്കിൽ ലോകം അധപതിക്കുന്നതോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിജ്ഞാനത്തിന് ഒരു ആത്മീയമായ വശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ഒരു വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തെ അപകടപ്പെടുത്തുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗം, അർദ്ധനഗ്നരും അതുപോലെ നഗ്നരും അതുപോലെ തന്നെ നഗ്നപാതരുമായിട്ടുള്ള ആളുകൾ, അഥവാ സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്കം നിൽക്കുന്ന ആളുകൾ, അവർ ഉന്നതിയിലേക്ക്, സാമ്പത്തികമായി വളരെ വലിയ ഉന്നതിയിലേക്ക് കടന്നു വരികയും അവർ രാജാക്കന്മാരും മറ്റുമൊക്കെ ആയി മാറും എന്നതിനെ അബൂബക്കർ അദ്നി അൽ മഷ്ഹൂർ നൽകുന്ന വിശദീകരണം ഹുസൂലു ഖലലിൻ ഫിൽ ഹുക്മി വൽ ഇഖ്തിസാദ് എന്ന, അധികാരത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ഉണ്ടാകുന്ന വിഘ്നങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ സാമ്പത്തിക സ്രോതസ്സുകൾ അത് നമ്മൾ പോലും വിചാരിക്കാത്ത ഭാഗങ്ങളിൽ നിന്ന് കടന്നു വരുന്ന കാഴ്ച. അപ്പോൾ നമുക്കറിയാം, ലോകത്ത് ഒറ്റ ടാക്സി പോലും ഇല്ലാത്ത ഊബറാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ടാക്സി കമ്പനിയായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒറ്റ റെസ്റ്റോറൻറ്റ് പോലും ഇല്ലാത്ത കമ്പനികളാണ്, സൊമാറ്റോ പോലുള്ള കമ്പനികളാണ് ഇന്ന് ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ് മേഖലയിലെ അധികായന്മാരായിട്ട് വിലസുന്നത്. അപ്പോൾ ആ സാമ്പത്തികമായിട്ടുള്ള ശേഷി ഏതിലൂടെ കടന്നു വരുന്നു എന്നതുപോലും നമുക്ക് നിർവചിക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് സാമ്പത്തികമായ വളർച്ച ഉണ്ടാകുന്നത്. ഇത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. നേരത്തെ ഇവിടെ സൈനുൽ അബ്ദുൽ ബുഖാരി പറഞ്ഞതുപോലെ ഈ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെ നേരത്തെ തന്നെ ഇമാമുകൾ 3 ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അൽ അലാമാത്തുൽ സുഗ്റ, അൽ അലാമാത്തുൽ വുസ്ത, അൽ അലാമാത്തുൽ കുബ്ര എന്ന് പറയുന്നു. ഏതാണ് അൽ അലാമാത്തുൽ സുഗ്റ? അതുകൂടി നമ്മളിതിൽ ചർച്ച ചെയ്യേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അലാമാത്തുൽ സുഗ്റ തുടങ്ങുന്നത് ബഹുമാനപ്പെട്ട സയ്യിദന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലാണ്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്ത്യദിനത്തിൻ്റെ ചെറിയ അടയാളങ്ങൾ തുടങ്ങുന്നത് ആദം നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടം മുതൽ തന്നെയാണ്. ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ പറ്റും. ഇസ്ലാമിൻ്റെ കാലഗണന എങ്ങനെയാണ്? ആദം നബി വരുമ്പോഴേക്ക് ഖിയാമത്ത് നാളായി എന്ന് പറയുമ്പോൾ നമുക്ക് മഹ്ശറിലുള്ള സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 50 അൽഫ സന എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാം ആകുന്ന മനുഷ്യകുലത്തിൻ്റെ പിതാവിനോടുകൂടെ തന്നെ അന്ത്യദിനത്തിൻ്റെ ആദ്യകാഹളങ്ങൾ മുഴങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇത് കുറഞ്ഞ കാലമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തോന്നും ഇത് ഒരുപാട് നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾ നമ്മൾ കടന്നുപോയപ്പോൾ ഒരു നീണ്ട കാലമാണെന്ന്. ജലത്തിലെ ഒരു മത്സ്യത്തെ പോലെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. വെള്ളത്തിലെ മത്സ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ആ വെള്ളത്തിന് പുറത്തൊരു ലോകമില്ല എന്നതുപോലെ നമ്മൾ അനുഭവിക്കുന്ന കാലത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും മാത്രമാണ് നമ്മൾ ബോധവാന്മാരാകുന്നത്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു 60 വയസ്സ് 80 വയസ്സ് നമുക്കൊരു വിശാലമായ ആയുഷ്കാലമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആദം നബി അലൈഹിസ്സലാമിൻ്റെ ആ മനുഷ്യോൽപത്തി മുതൽ അവസാന കാലത്ത് അവസാന മനുഷ്യൻ അടക്കമുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിൻ്റെ മുന്നിലുള്ള ഒരു കാലഘട്ടം മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലം എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ് വരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നിടത്ത് വളരെയധികം നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. സാന്ദർഭികമായി സമയത്ത് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം.
അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഹുസൂലുൽ ഖലൽ ഫിൽ ഹുക്കും, അധികാരത്തിൽ വരുന്ന മാറ്റങ്ങൾ. സാധാരണഗതിയിൽ നേരത്തെ നമ്മൾ നീതിയെന്നും അതുപോലെ തന്നെ യുക്തിയെന്നും കരുതിയിരുന്ന കാര്യങ്ങൾ അവസാന കാലഘട്ടത്തിലെത്തുമ്പോൾ കീഴ്മേൽ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ ഒരു ഇൻ്റർവ്യൂ കാണുകയുണ്ടായി. കേരളത്തിൽ അറിയപ്പെട്ടൊരു യുക്തിവാദിയാണ്. ഇൻ്റർവ്യൂ ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നു, ചിലപ്പോൾ നിങ്ങളാരും കണ്ടിട്ടുണ്ടാവും, ഫലസ്തീനിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അഥവാ ഫലസ്തീനിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം സിമ്പിളായിട്ട് മറുപടി പറയാണ്. അദ്ദേഹം പറഞ്ഞു, അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കയ്യൂക്കുള്ളവനും കയ്യൂക്കില്ലാത്തവനും തമ്മിലുള്ള പോരാട്ടമാണ്. അപ്പോൾ കയ്യൂക്കുള്ളവൻ മേൽക്കോയ്മ നേടും, അത് സ്വാഭാവികമാണ്. അത് മനുഷ്യരുടെ ഇതുവരെയുള്ള ചരിത്രങ്ങൾ അങ്ങനെ തന്നെയാണ്. കയ്യൂക്കുള്ളവൻ എന്നും കയ്യൂക്കില്ലാത്തവനെ അധീശത്തിൽ കൊണ്ടുപോകും, അടിച്ചമർത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. എത്ര ലളിതമായിട്ടാണ് 10,000-കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു ജിനോസൈഡ്, ഒരു വംശഹത്യയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കണം. നമ്മളെന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ബുദ്ധിജീവി എന്ന് വിചാരിക്കാവുന്ന ഒരു മനുഷ്യൻ്റെ ഒരു സമീകരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലത്തിന് ഇതിനേക്കാൾ അപ്പുറം വലിയൊരു കീഴ്മേൽ മറിച്ചിൽ ഇല്ല എന്ന് പോലും തോന്നിപ്പോയ ഒരു നിമിഷമായിരുന്നത്. കാരണം നേരത്തെ നടന്നിട്ടുള്ള വംശഹത്യകളെക്കുറിച്ച്, ഹോളോകോസ്റ്റിനെ കുറിച്ച്, അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യരെ ഒന്നായി കൊന്നൊടുക്കിയതിനെക്കുറിച്ചൊക്കെ വേദനയോടുകൂടി ചരിത്ര പുസ്തകങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കൺമുന്നിൽ ഇരുന്നു കൊണ്ട് 10,000-20,000-ഓളം മനുഷ്യർ ഒന്നടങ്കം കൊന്ന് കുഴിച്ചുമൂടപ്പെടുന്ന, അല്ലെങ്കിൽ തെരുവിൽ അനാഥരാക്കപ്പെടുന്ന, വിധവകളാക്കപ്പെടുന്ന ഒരു കാഴ്ചയെക്കുറിച്ച് ആധുനിക കാലത്തൊരു മനുഷ്യൻ, അത് മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറയുന്ന കാടൻ സ്വഭാവത്തിൻ്റെ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ഒരു സത്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ചിന്തയിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ ചിന്തകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എത്രമാത്രം ശരിയാണ്. അതിനെക്കുറിച്ചൊന്ന് അപലപിക്കാൻ പോലും, അതേക്കുറിച്ചൊന്ന് വേദനിക്കാൻ പോലും മനസ്സില്ലാതെ അതൊക്കെ സ്വാഭാവികമാണ് എന്ന് പറയുകയും 10,000-ങ്ങൾ മരിച്ചു തീരുന്നത് അതൊന്നൊരു പ്രശ്നമല്ല എന്ന തരത്തിലേക്ക് അരാജകത്വവാദിയായി മനുഷ്യൻ മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ചിത്രം നമുക്കിതിനോട് ചേർത്ത് വായിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വീണ്ടെടുക്കണം. എന്തിനാണ് പറഞ്ഞു തന്നത്? ഇത്തരം ഘട്ടങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിൽ പോയി വീഴാൻ പാടില്ല. നമ്മളൊരു വിശ്വാസി എന്ന നിലക്ക് നേരിൻ്റെ പക്ഷത്ത് എങ്ങനെ ഉറച്ചു നിൽക്കുക, അത് വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. കാരണം ലോകം മൊത്തം ഈ പുതിയ ട്രെൻഡിനനുസരിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മളിന്ന് ലോകത്തെക്കുറിച്ച് പറയുന്നത് തന്നെ പോസ്റ്റ് ട്രൂത്ത് കാലമെന്നാണ്. സത്യത്തിൻ്റെ കഥ കഴിഞ്ഞ ഒരു കാലം വേണമെങ്കിൽ അങ്ങനെ പരിഭാഷപ്പെടുത്തും. ഇനി സത്യമില്ല, സത്യാനന്തര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടൊക്കെ അങ്ങനെ വരുന്നതാണ്. കോടിക്കണക്കിന് 10,000-ങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ മുന്നിൽ വേദനകളായിട്ട് ടെക്നോളജി മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ട് പോലും നമ്മുടെ മനസ്സുകൾ പിടഞ്ഞു പോവാതെ, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മനുഷ്യന് മാറിക്കൊണ്ടിരിക്കുന്നത് സത്യത്തെ വകവെക്കാത്തത് കൊണ്ടാണ്. കൺമുന്നിൽ കാണുന്ന സത്യത്തെ നിരാകരിക്കുന്ന ഒരു കാലം. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട അബൂബക്കർ അദ്നിൽ മശൂറി വിഷയങ്ങളെ രണ്ടായിട്ട് ക്രമീകരിക്കുന്നുണ്ട്. ഒന്ന്, ഈ അശ്റാത്ത് സായിൽ അദ്ദേഹം പറയുന്നത് നഖായിലുകൾ ഉണ്ടാകും. നഖായിൽ എന്ന് പറഞ്ഞാൽ നാം കാലത്തിൽ ഒരുപാട് കാലമായി കാത്തുവച്ചിരുന്ന മൂല്യങ്ങളെ തകർക്കപ്പെടുക, നഖായിൽ. അപ്പം ഇത് ഹദീസുകളുടെ വെളിച്ചത്തിൽ അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. നമ്മൾ മഹത്തരമാണെന്ന് കരുതിയിരുന്ന കാര്യങ്ങളെ ഇത് തകർക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് പറയുന്നത് നഖായിൽ എന്ന ഓപ്പോസിറ്റ് കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ കീഴ്മേൽ മറിയുക. മറ്റൊന്ന് നവാക്കിൽ. നവാക്കിൽ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ തകർക്കുക. അതായത് ഇപ്പം നമ്മൾ നോക്കൂ, ഈ ഫലസ്തീൻ ഇഷ്യൂവിൽ തന്നെ ലോകത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയായി ലോകത്തിന് മുന്നിൽ കൊട്ടിപ്പാടിയിരുന്ന UN-നെ കുറിച്ച്, ഐക്യരാഷ്ട്രസഭയെക്കുറിച്ച്, ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറി. കാരണം അതിനുള്ളിൽ തന്നെ വലിയ സ്ഥാനത്തിരിക്കുന്ന അമേരിക്ക അടക്കമുള്ള ആളുകൾക്ക് UN-ന്റെ നിർദ്ദേശങ്ങൾ അവർ പോലും പാലിക്കാത്ത ഒരു രംഗം നമ്മൾ കാണുകയുണ്ടായി. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് എന്താണ് പറയുന്നത്? ഫിത്നകൾ രണ്ട് തരത്തിലുണ്ട്. ഇതാണ് നബി തങ്ങൾ നമ്മളോട് പറയുന്നത്. ഹദീസുകളുടെ രത്ന ചുരുക്കമാണത്. ഫിത്നത്തുൻ ഈജാബിയ ഫിത്നത്തുൻ സൽബിയ. പോസിറ്റീവായിട്ട് നമ്മൾ ഫിത്നയെ കാണണം,
നെഗറ്റീവായിട്ടും ഫിത്നകൾ സംഭവിക്കും. ഒരു ഫിത്നയെ നമ്മൾ എങ്ങനെയാണ്, അഥവാ വിപത്തുകൾ, കുഴപ്പങ്ങൾ വരുമ്പോൾ ആ കുഴപ്പങ്ങളിൽ നമ്മൾ ചെന്ന് ചാടാതെ എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ചാണ് അബൂബക്കർ അൽ മഷ്ഹൂർ നമ്മളോട് സംസാരിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ദീർഘമായി ചരിത്രത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ അവിടുന്ന് ഇങ്ങോട്ട് നാളിതുവരെ നടന്നിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഇസ്ലാമിക വീക്ഷണത്തിൽ എങ്ങനെ കാണണം എന്നതാണ് ഈ ഗ്രന്ഥങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിജ്ഞാനശാഖയുടെ ഫിഖ്ഹു തഹവ്വുലാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയും. അപ്പോൾ അതിനെ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് കടന്നു വന്നതും അവിടുന്ന് അങ്ങോട്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ച കാലം അത്രയും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും, അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായ ഈ മനുഷ്യരാശിയുടെ മഹാസൗഭാഗ്യങ്ങളെ അടക്കം എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലം എങ്ങനെ ജീവിക്കണമെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ ഒരുപാട് പ്രവചനങ്ങളുണ്ട്. കാലം എന്തൊക്കെയാകും, ആ പ്രവചനങ്ങളെ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി? ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫിഖ്ഹിനെ പോലെ തന്നെ ഒരു ശാഖയായിട്ട് ഇത് രൂപപ്പെടുകയാണ്. കാരണം കർമ്മശാസ്ത്ര പ്രശ്നങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ഹദീസുകളെയും ആയത്തുകളെയും എങ്ങനെയാണ് സഹാബത്ത് നിർദ്ധാരണം ചെയ്തത് എന്നതുപോലെ ഖിയാമത്ത് നാളിൻ്റെ ഈ ഘട്ടങ്ങളിൽ അതിൻ്റെ ആദ്യ അടയാളങ്ങളിലും, അതുപോലെ തന്നെ ചെറിയ അടയാളങ്ങളിലും, മധ്യമമായ അടയാളങ്ങളിലും, പ്രധാന അടയാളങ്ങളിലുമൊക്കെ എന്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുകയും അതിൽ അൽ അഷ്റാത്തുൽ വുസ്ത എന്ന് പറയുന്ന നടുവിലുള്ള അടയാളങ്ങളിലൂടെ സഹാബത്ത് വരെ കടന്നുപോയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അവരെങ്ങനെയാണ് അതിനെ സ്വീകരിച്ചതെന്നത് കൂടി മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. നേരത്തെ ഈ പറഞ്ഞ വിഷയം പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു ഫിത്നത്തുൻ ഈജാബിയ്യ, പോസിറ്റീവായിട്ടുള്ള ഫിത്നകൾ, അഥവാ ഫിത്നകൾ എങ്ങനെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാം. പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് കാണാം, ഇന്നമ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, ഇന്നമ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ഫിത്നയാണെന്ന് പറയും. അഥവാ നിങ്ങളുടെ പരീക്ഷണ വസ്തുവാണ്. ഈ വിഷയത്തിൽ നിങ്ങൾ വിജയിക്കുന്നുണ്ടോ പരാജയപ്പെടുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ ഫിത്ന എന്ന വാക്ക് നമ്മൾ ഏതൊരു പദം കേൾക്കുമ്പോഴും നമ്മുടെ ആധുനിക കാഴ്ചപ്പാടനുസരിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഉദാഹരണത്തിന് ഇത്തഖുദ്ദുന്യ വത്തഖുന്നിസ, ദുനിയാവിനെ നിങ്ങൾ, ഇഹലോകത്തെ നിങ്ങൾ സൂക്ഷിക്കണം, സ്ത്രീകളെയും സൂക്ഷിക്കണം എന്ന് പറയുമ്പോഴേക്ക് സ്ത്രീപക്ഷപാതികൾക്ക് പ്രശ്നം വരികയാണ്. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീവിരുദ്ധതയാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം ഒരു പദത്തെ, ഒരു ഫിത്ന എന്ന പദത്തെയോ മറ്റും ഉപയോഗിക്കുന്നത് ഏത് കോണ്ടെക്സ്റ്റിലാണെന്ന് മനസ്സിലാകാതെ നമ്മൾ പോലും അതല്പം സ്ത്രീവിരുദ്ധതയല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കുന്നു. ഇവിടെയാണ് ഫിഖ്ഹു തഹവ്വുലാത്ത് പ്രസക്തമാവുന്നത്. അപ്പോൾ ഇത്തഖുദ്ദുന്യ വത്തഖുന്നിസ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അത് ആയത്തുമായി ചേർത്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇന്നമ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, സമ്പത്തും മക്കളും ഫിത്നയാണെന്ന് പറഞ്ഞാൽ അത് പരീക്ഷണമാണ്. നിങ്ങൾ ആ വിഷയത്തിൽ വിജയിക്കുമോ? അത് സമ്പത്ത് ആസ് ഇറ്റ് ഈസ്, സമ്പത്ത് എന്ന നിലക്ക് ഫിത്നയാണെന്നല്ല. അതുപോലെ തന്നെ മക്കളാണെന്ന നിലക്ക് ഫിത്നയാണെന്നല്ല. അങ്ങനെയാണെങ്കിൽ മക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സന്താനോൽപാദനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയില്ല. ഇസ്ലാമിനെതിരെ തന്നെ ആളുകൾ പറയുന്ന ഒരു വലിയ ആരോപണമാണല്ലോ, സന്താനോൽപാദനത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെ പറയുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു നേതാവ് എങ്ങനെയാണ് ഇന്നമ അംവാലുക്കും ഔലാദുക്കും ഫിത്ന എന്ന പാഠം നമ്മളെ പഠിപ്പിക്കുക? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെയാണ് അബൂബക്കർ അൽ മഷ്ഹൂർ ഇത്തരം കാര്യങ്ങളെ, ഹദീസുകളെ ചേർത്ത് വെച്ചുകൊണ്ട് ശരിക്കും ഇസ്ലാം പറയുന്ന കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് എന്ന് നമ്മൾ പോലും മറന്നു പോകുന്നുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമ്പത്ത് നമുക്ക് വിപത്താകുന്നത് എങ്ങനെയാണ്? ആ സമ്പത്ത് കൊണ്ട് നേടേണ്ടത് മനുഷ്യൻ നേടുന്നുണ്ടോ എന്ന് വരുമ്പോഴാണ് നമുക്ക് വിപത്താകുന്നത്. അപ്പോൾ ആ സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യത്തിൽ നമ്മൾ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചു. അതാണ് ഫിത്ന എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ അവർ അടിച്ചമർത്തപ്പെടുകയാണെങ്കിൽ, അവർ എല്ലാ അർത്ഥത്തിലും അവമതിക്കപ്പെടുകയാണെങ്കിൽ, സ്ത്രീയുടെ പരിശുദ്ധിയും ചാരിത്ര്യവും വകവെച്ചു കൊടുക്കുന്നില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഫിത്നയാണ്. ഇങ്ങനെയൊക്കെ വായിക്കപ്പെടേണ്ട ഒരു ഹദീസിനെ ആധുനിക കാലത്ത് നമ്മുടെയൊക്കെ തലച്ചോറുകളിലേക്ക് ഈ പൊതുബോധം കയറ്റി വെച്ചിരിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾക്കുള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ തന്നെ ഹദീസുകൾ മനസ്സിലാക്കുന്നിടത്തു നിന്ന് പിറകോട്ട് പോകുന്നതിനെ കുറിച്ച് അദ്ദേഹം വല്ലാതെ വെപ്രാളപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് പറയാം. ഈ നേരത്തെ പറഞ്ഞ ഹദീസുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, അവസാന കാലത്ത് സത്യം പറയുന്നവൻ കളവ് പറയുന്നവനായും
കളവ് പറയുന്നവൻ സത്യം പറയുന്നവനായും ചിത്രീകരിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഡീപ്പ് ഫേക്കുകളുടെ കാലഘട്ടമാണ്. കളവേതാണ് എന്ന് ഒറ്റയടിക്ക് പോലും തിരിച്ചറിയപ്പെടാത്ത അതിസൂക്ഷ്മമായ വ്യാജങ്ങൾ നിർമ്മിക്കപ്പെടുന്ന കാലമാണ്. ഇപ്പോൾ വലിയ വലിയ രാഷ്ട്രീയ രംഗങ്ങളിൽ പോലും ഒരാൾക്കെതിരെ പഴിചാരുന്നതിന് വളരെ സൂക്ഷ്മമായി തികച്ചും ഫേക്കായിട്ടുള്ള വീഡിയോകളും മറ്റും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. എന്ന് പറഞ്ഞാൽ സത്യമാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുമാർ തികച്ചും യാഥാർത്ഥ്യത്തെ പോലും വെല്ലുന്ന രൂപത്തിൽ വ്യാജം നിർമ്മിക്കപ്പെടാൻ ഈ കാലത്ത് സാധിക്കുന്നു. അഥവാ സത്യം പറയുന്നവൻ കള്ളം പറയുന്നവനായും കള്ളം പറയുന്നവൻ സത്യം പറയുന്നവനായും ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് അനുഭവങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. ഇതോട് ചേർത്ത് വെക്കേണ്ട മറ്റൊന്ന്, നമ്മുടെ ഈ ചരിത്രപരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ഇന്ത്യ ചരിത്രം ഉൾപ്പെടെയുള്ളവയിൽ വലിയ രൂപത്തിൽ കളവുകൾ കയറ്റപ്പെടുകയും സത്യമായിട്ടുള്ള പലതിനെയും തമസ്കരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭരണകൂടത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഒരു കളവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ കാലം സമൂഹത്തെ അതിൻ്റെ പിന്നാലെ കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു കളവാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിരിക്കെ ആളുകൾ അബദ്ധത്തിൽ ചെന്നുകൊണ്ട് 1-2 തവണ പറ്റിക്കാം എന്നുള്ളതല്ലാതെ കൂടുതൽ കാലം ആ കളവ് നിലനിർത്തിക്കൊണ്ട് ആ കളവ് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്തരമൊരു ഘട്ടത്തിൽ പിന്നെ എന്താണ് അവർ കാണുന്ന പോകുംവഴി? ആ കളവിനെ തന്നെ സത്യമായിട്ട് ആവിഷ്കരിക്കണം. അഥവാ ആളുകൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചരിത്രപരമായ കാര്യമാണെങ്കിൽ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപക്ഷെ ആർക്കിയോളജിക്കലായിരിക്കാം, അതല്ലെങ്കിൽ പുസ്തകങ്ങളായിരിക്കാം. അത്തരം വിഷയങ്ങളിലെല്ലാം തിരിമറികൾ നടത്തപ്പെടും. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചരിത്രപരമായിട്ടുള്ള രചനകളും അല്ലെങ്കിൽ ചരിത്ര സ്രോതസ്സുകളിൽ ആ ഭരണകൂടം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാം നിരീക്ഷിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഇത് സത്യമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി വളരെയേറെ ചെലവുകൾ അവർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ കളവാണ് എന്ന് ഇപ്പോൾ വിശ്വസിക്കുന്ന ഒരു കാര്യം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇത് തന്നെയാണ് സത്യം എന്ന നിലയിലേക്ക് ആളുകൾ ചിന്തിക്കുകയും ഇത് സത്യമാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ അജണ്ടകളോ അല്ലെങ്കിൽ അവരുടെ നടപടികളോ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയൊരു പ്രയാസമോ മറ്റും ഉണ്ടാവുകയില്ല. അതാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ള, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കളവുകൾ സത്യമായി വായിക്കപ്പെടുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതോടൊപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഖബ്ദുൽ ഇൽം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് വിജ്ഞാനം ഉയർത്തപ്പെടുക എന്നുള്ളത് മാത്രമല്ല, പണ്ഡിതന്മാരുടെ മരണമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്, അറിവില്ലാത്ത ആളുകൾ നേതൃസ്ഥാനത്ത് അവരോധിക്കപ്പെടുക എന്നുള്ളതാണ് ഖബ്ദുൽ ഇൽമിൻ്റെ മറ്റൊരു ആവിഷ്കാരം അല്ലെങ്കിൽ പ്രായോഗിക തലത്തിൽ നമ്മൾ കാണുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. സമൂഹത്തിൽ പല കാരണങ്ങളാൽ പലർക്കും പല അജണ്ടകൾ ഉണ്ടാകും. അപ്പോൾ വിജ്ഞാനം എന്ന് പറയുന്നത് നേതൃത്വത്തിൻ്റെ മികവായി പരിഗണിക്കപ്പെടാതെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നേതൃസ്ഥാനത്ത് അവരോധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എൻ്റെ ഉമ്മത്തിൻ്റെ നാശം എന്ന് പറയുന്നത് ഖുറൈശികളിൽ നിന്നുള്ള കുട്ടി നേതൃത്വം കൊണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല കാരണങ്ങളാൽ പല താല്പര്യങ്ങളാൽ പലരും നേതൃസ്ഥാനത്ത് അവരോധിക്കപ്പെടുമ്പോൾ പല സമൂഹങ്ങളിലും കാണുന്നത് മതപരമായി വിജ്ഞാനമുള്ള ആളുകളെ അത്തരം നേതൃത്വം ആശ്രയിക്കുകയും സമൂഹത്തിന് ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇസ്ലാമിൻ്റെ പാശം ഓരോന്നായി ഛേദിക്കപ്പെടും, മുറിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, വിവരമില്ലാത്ത ആളുകൾ നേതൃസ്ഥാനത്ത് അവരോധിക്കപ്പെടുമ്പോൾ താൻ വിവരമില്ലാത്ത ഒരാളാണ് എന്ന് സമ്മതിക്കാൻ അയാളുടെ അഭിമാനബോധം അല്ലെങ്കിൽ ദുരഭിമാനബോധം സമ്മതിക്കാതിരിക്കുകയും അയാളോട് വിജ്ഞാന സംബന്ധമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അയാളുടെ അജ്ഞതയിൽ അയാൾ തീർപ്പ് കൽപ്പിക്കുകയും ഇത് ശരിയാണ് എന്ന് പൊതുസമൂഹം തെറ്റിദ്ധരിക്കുകയും അങ്ങനെ സമൂഹം പിന്നെ അതിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഇസ്ലാം മുന്നോട്ട് വെച്ച ഒരു തെറ്റിലൂടെ ആളുകൾ പോകുന്നു എന്നത് സംഭവിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ കയറ് മുറിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഇന്ന് സമൂഹം പതിയെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പല കാര്യങ്ങളും നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പറഞ്ഞു വെച്ചത് നല്ലൊരു ആമുഖമാണ്. അത് വിജ്ഞാന വിഷയങ്ങളിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ പേടിക്കേണ്ട ഒരു കാര്യമാണ്. വൈജ്ഞാനികമായിട്ടുള്ള നേതൃത്വം പലപ്പോഴും ചെറിയ പ്രായക്കാരായ നമ്മളെപ്പോലുള്ള ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമ്മളെങ്ങനെ രക്ഷപ്പെടും? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. എങ്ങനെ രക്ഷപ്പെടുമെന്ന് വെച്ചാൽ പഴയ കാലത്തെ പണ്ഡിതന്മാർ കാണിച്ചിട്ടുള്ള സൂക്ഷ്മതയും അവധാനതയും നമ്മൾ കൈമുതലാക്കണം. അങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക. എന്നല്ലാതെ ചെറുപ്രായക്കാരായ പണ്ഡിതന്മാർ അവരുടെ കർമ്മത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും പ്രായം ചെന്നവരെ പിടിച്ചു വലിച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നല്ല അതിന് പരിഹാരം. അത് അബൂബക്കർ അദ്നി അൽ മശൂർ പറയുന്നുണ്ട്.
അതിന് പരിഹാരം എന്താണ്? കാരണം നമ്മൾ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു, ചെറിയ മുത്താലിമുകളെ വളർത്തിയെടുക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ ആ ഹദീസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു, ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന എന്ന് പറഞ്ഞ ആയത്ത്, ആ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആ സമ്പത്തെന്ന നിലയ്ക്ക് കുഴപ്പങ്ങളാണ് എന്നതുപോലെ ചെറുപ്രായക്കാർ എന്ന അർത്ഥത്തിൽ കുഴപ്പക്കാരല്ല. പകരം അവർക്ക് സംഭവിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഈ ചെറിയ പ്രായക്കാരായ ആളുകൾ തന്നെ ബോധവാന്മാരാവുകയും മുതിർന്ന ആളുകൾക്ക് അവരോട് കാരുണ്യം കാണിക്കാനുള്ള മനസ്സും അവരെ മനോഹരമായി വളർത്തിയെടുത്ത് പരിശുദ്ധമായ ദീനിനെ സമർപ്പിക്കാനുള്ള ഒരു ശ്രദ്ധ മുതിർന്നവർക്കുണ്ടാവുകയും ചെയ്യുക എന്നതാണ് ഖിയാമത്ത് നാളിൻ്റെ ഈ അടയാളത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അപ്പോൾ ഇത്തരം അപകടങ്ങൾ അവസാന കാലഘട്ടത്തിൽ വരുമ്പോൾ ആ അപകടത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ സ്ത്രീകളുടെ വിഷയത്തിലാണെങ്കിലും അത് സ്ത്രീകളോടുള്ള ആക്ഷേപമല്ല, പകരം സ്ത്രീകളുടെ ഇത്തരം രംഗപ്രവേശങ്ങൾ വരുന്ന സമയത്തൊരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ എടുക്കേണ്ട ഒരു മുൻകരുതൽ എന്താണ്? അത് പ്രധാനമാണ്. അൽ ഇൽമുൽ ഇഹ്തിയാത്തി എന്ന് ഇതിന് അബൂബക്കർ അൽ മശൂർ വെറുതല്ല പേര് വെച്ചിരിക്കുന്നത്, ജാഗ്രത. ആ ജാഗ്രത നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണ്? ഗുണമെന്ന് പറയുന്നത് നമുക്ക് മഹിതമായ ഇസ്ലാമിൻ്റെ ഒരു വലിയ പ്രതിഫലം, അല്ലെങ്കിൽ ഇസ്ലാം ആചരിച്ചതിന് വലിയൊരു കൂലി ലഭിക്കുന്ന കക്ഷികളായി നമ്മൾ മാറും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞൊരു ഹദീസിൽ കാണാം, എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം വലിയ അത്ഭുതമാണ്, മഴ പോലെയാണെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചിലപ്പോൾ തുടക്കത്തിലായിരിക്കും പേമാരി പെയ്യുന്നത്, ചിലപ്പോൾ അവസാനത്തിലായിരിക്കും പെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉദാഹരണം ഹദീസിലൂടെ പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞതിൻ്റെ താല്പര്യം? അതായത് നമ്മൾ നിരാശരാവാൻ പാടില്ല. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളൊക്കെ കേട്ട് ഇനിയിപ്പോൾ ഏതായാലും ഖിയാമത്ത് നാളായാലും ഇനി ഞാനൊന്നും ചെയ്യേണ്ടതില്ല, എൻ്റെ ദൗത്യങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിക്കാനല്ല. ചിലരങ്ങനെ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അബൂബക്കർ അൽ മശൂർ പറയുന്നുണ്ട്. ഈ അടയാളങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല, പകരം ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനാണ്. അപ്പം നമ്മളെപ്പോലുള്ള ചെറുപ്രായക്കാർ പണ്ഡിതന്മാരായിട്ടുള്ള നമ്മുടെ സാദാത്തുക്കളെയും ഉലമാക്കളെയും പരിഗണിക്കുകയും അവർക്ക് ചെവി കൊടുക്കുകയും ചെയ്യുക. അവരെന്താണ് നാളിതുവരെ പറഞ്ഞു വച്ചിരിക്കുന്നത്, അതിൻ്റെ പിറകെ പോകുന്ന ഒരു മഹത്തായ പാരമ്പര്യത്തിൻ്റെ പിറകിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടതെന്ന മഹത്തായ ബോധം നമ്മുടെ ഉള്ളിലേക്ക് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കാനുള്ള ഒരു വിജ്ഞാനശാഖ തന്നെയാണ് ഫിഖ്ഹ് തഹ്വലാത്ത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിൽ സഹാബത്തൊക്കെ ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്തു, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരിക്കൽ പറയുന്നുണ്ട്, ഇന്ന ബിനി ഹാദാ സയ്യിദുൻ, എൻ്റെ ഈ മകൻ, പേരമകനെ കുറിച്ച് സ്നേഹത്തോടെ നബി തങ്ങൾ പറയാൻ, എൻ്റെ ഈ മകൻ നേതാവാണ്. വലഅല്ലല്ലാഹ അൻ യുസ്ലിഹ ബിഹി ബൈന ഫിഅതൈനി അളീമതൈനി മിനൽ മുസ്ലിമീൻ, ഇവർ കാരണമായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന രണ്ട് കക്ഷികളായി മുസ്ലിങ്ങൾ രൂപപ്പെടുകയും അവർക്കിടയിൽ പ്രശ്നപരിഹാരത്തിന് എൻ്റെ ഈ മകൻ മതിയാകും എന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഇതൊരു ജാഗ്രതാ നിർദ്ദേശമാണ്. എന്നല്ലാതെ നിങ്ങൾ പോകുന്നത് കൂടുതൽ കുഴപ്പത്തിലേക്കാണ്, അതുകൊണ്ട് ഇനി ജീവിതത്തിൽ പ്രതീക്ഷയില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. ഇവിടെയാണ് സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ഇത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും എന്നിട്ട് അന്നത്തെക്കാൾ ഏറെ കൂടുതൽ ഈ അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ള പരിഹാരം. എന്ത് ചെയ്തു എന്ന് നോക്കാം. ഈ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവം പറഞ്ഞു. അവസാനത്തിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിൽ ഖിലാഫത്തിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ പ്രശ്നങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അതിൽ രണ്ടുപേരും സഹാബിമാരാണ്, അവരുടെ ഇജ്തിഹാദിൽ വന്ന വ്യത്യാസമാണ് എന്നാണ് അഹ്ലുസ് സുന്നയെക്കുറിച്ച് വിശ്വസിക്കുന്നത്. അതുതന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് നമുക്ക് ചരിത്രപാഠങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വലിയൊരു പക്ഷം ഖലീഫയായി നിർണയിച്ചു. എന്നാൽ അതേ സമയത്ത് അപ്പുറത്ത് മുആവിയ റളിയല്ലാഹു അൻഹു ഞാനാണ് ഖലീഫ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി. ഈ പ്രശ്നമുണ്ടായ സമയത്ത് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ അർഹനാണെന്ന് എനിക്കറിയാം, ജനങ്ങളത് ആഗ്രഹിക്കുന്നുമുണ്ട്, എന്നാലും ഞാൻ അതിൽ നിന്ന് ഒഴിയുന്നു, ജനങ്ങൾക്കിടയിൽ ഇനി രക്തച്ചൊരിച്ചിൽ ഉണ്ടാവേണ്ടതില്ല എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നു. അതിന് കാരണം ഈ ഹദീസാണ്. ബഹുമാനപ്പെട്ടവർ ഈ ഹദീസ് ഓർക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, എൻ്റെ ഈ മകൻ, ഈ പേരമകൻ, ഇവർ നേതാവാണ്,
നേതാവാകാൻ പറ്റിയ ആളാണ്. പക്ഷേ നോക്കൂ, അതിന് ശേഷം അവിടെ നിന്ന് പറഞ്ഞത്, എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, രണ്ട് വിഭാഗമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ആ സമയത്ത് എൻ്റെ മകൻ പ്രശ്നപരിഹാരക്കാരനായിട്ട് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഹസൻ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുകയാണ്, ഇവിടെ പ്രശ്നപരിഹാരത്തിന് രക്തച്ചൊരിച്ചിൽ ഇല്ലാതിരിക്കാൻ ഞാൻ ചെയ്യേണ്ടത് എൻ്റെ അധികാരം കൈമാറുകയാണ്. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. തൻ്റെ യുക്തി ഒരു പക്ഷേ ഇവിടെ ഇപ്പുറത്ത് പ്രവർത്തിക്കുന്നത്, ഒരുപാട് മനുഷ്യരുടെ യുക്തി പ്രവർത്തിക്കുന്നത് ഹസൻ റളിയല്ലാഹു അൻഹു ആണ് ഖലീഫയായി വരേണ്ടതെന്നാണ്. പക്ഷേ അത് തൃണവൽഗണിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഹദീസിനെ പുൽകാനാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിടെ ജാഗ്രത കാണിക്കുന്നത്. ഇതൊരു വലിയ വിഷയമാണ്. അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളില്ലാതിരിക്കുകയാണ്. അപ്പോൾ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കുറേ സംഭവങ്ങളുണ്ട്, ഞാൻ ചുരുക്കി പറയാം. ഇത് ചുരുക്കിയിട്ട് അബൂബക്കർ അദ്നിൽ മശ്ഹൂർ പറയുന്നു, ഫിത്നയുടെ കാലത്ത് നമ്മൾ ഹദീസുകളിൽ നിന്നും അതുപോലെ തന്നെ സ്വഹാബത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും രണ്ട് കാര്യങ്ങൾ നമ്മൾ പാലിക്കണം. നമ്മൾ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടായില്ലല്ലോ. എന്താണ് നമുക്കതിൽ നിന്നുള്ള നേട്ടം? നമ്മൾ ജീവിക്കുമ്പോൾ ഇനിയും ഒരുപാട് ഫിത്നകൾ ഇങ്ങനെ ലൈലത്തുൽ ദുൽമ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, രാത്രിയുടെ യാമങ്ങൾ കൂടുതൽ ഇരുണ്ടിരുണ്ടു പോകുന്നത് പോലെ വിപത്തുകളിലേക്ക്, ഫിത്നകളിലേക്ക് നിങ്ങളിങ്ങനെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം വരും എന്ന് പറയുന്നു. ആ കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹദീസുകളിൽ നിന്ന് നമുക്കുള്ള ഒരു വെളിച്ചം എന്താണ്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇത് സംഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, രണ്ട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ പാലിക്കണം. അത് ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സഹാബത്തുകളൊക്കെ പാലിച്ചത്. ഫിത്നയുടെ അവരുടെ കാലത്ത് തന്നെ ഫിത്നകൾ തുടങ്ങി. ആ ഫിത്നയുടെ കാലത്ത് സഹാബത്തൊക്കെ പാലിച്ചിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പാലിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു. ഒന്ന്, ഹിഫ്ളുൽ ലിസാനി മിനദ്ദം, ആക്ഷേപത്തിൽ നിന്ന് നാവിനെ സൂക്ഷിക്കുക. വെറുതെ നാവിട്ട് നമ്മൾ വിഷയങ്ങൾ അറിയാതെയോ അറിഞ്ഞോ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പുറവും ഇപ്പുറവും സംസാരിക്കാതിരിക്കുക, നമ്മൾ നിശബ്ദത പാലിക്കുക. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന കുറേ കുഴപ്പങ്ങൾ കാണും. അധികാര തർക്കങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള ഭരണപരമായ കാര്യങ്ങളിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകും. നമ്മൾ വെറുതെ പക്ഷം ചേർന്ന് നമ്മുടെ നാവ് കേടാക്കരുത് എന്ന് സ്വഹാബത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് അവർ പറയുന്നു. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത്, ഹിഫ്ളുൽ യദി മിനദ്ദം, രക്തത്തെ തൊട്ട് നമ്മുടെ കൈ സംരക്ഷിക്കണം. നമ്മൾ കാരണമായിട്ട്, നമ്മളുണ്ടാക്കുന്ന കുഴപ്പം കാരണമായിട്ട് ഒരാളും മരിക്കാൻ കാരണമാവരുത്. അതൊരു പക്ഷേ നാം നമ്മുടെ സാമ്പത്തികമായോ അല്ലെങ്കിൽ വൈയക്തികമായോ ശാരീരികമായോ അല്ലെങ്കിൽ നമ്മുടെ ചിന്ത കൊണ്ട് പോലും ഒരു കൊലപാതകത്തെയും പിന്തുണയ്ക്കാൻ പാടില്ല എന്ന് സ്വഹാബത്തിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് അദ്ദേഹം പറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാവ് കൊണ്ട് ഒരു ഫിത്നയും ഉണ്ടാവാൻ പാടില്ല. പറയുന്നതൊക്കെ വളരെ കൃത്യതയുള്ളതും നമുക്ക് ബോധ്യമുള്ളതും, എന്നാൽ ബോധ്യമുള്ളത് പോലും പറയേണ്ടതാണോ എന്ന പുനരാലോചന വേണ്ടതുമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ നമുക്കറിയാം, സാങ്കേതിക വിദ്യ നമ്മുടെ മുന്നിലാണ്. ഫേസ്ബുക്ക് നമ്മുടെ മുന്നിലുണ്ട്, ട്വിറ്ററുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. നമുക്ക് എന്തും എഴുതാം. പക്ഷേ ആ എഴുതുന്നത് ഒരു പക്ഷേ 100% ശരിയുമായിരിക്കും. പക്ഷെ ഇവിടെയാണ് നേരത്തെ ഹസൻ റളിയല്ലാഹു അൻഹു എടുത്തതുപോലെയുള്ള ജാഗ്രത നമ്മൾ പാലിക്കേണ്ടത്. ഞാൻ ഈ പറയുന്നത് കൊണ്ട്, ഈ എഴുതുന്നത് കൊണ്ട് എനിക്ക് എന്താണ് ഗുണം, സമൂഹത്തിന് എന്താണ് ഗുണം? കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് കാലങ്ങൾ എത്തിച്ചേരുമെന്നല്ലാതെ എന്തെങ്കിലും വിപത്തുകളിൽ നിന്ന് സമൂഹത്തെ പുറകോട്ട് വലിക്കാൻ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ക്രിയാത്മകമായത് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന ഒരു വീണ്ടും വിചാരം നമുക്കുണ്ടാകുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഒന്ന്, ഹിഫ്ളുൽ ലിസാനി മിനദ്ദം, ആക്ഷേപത്തിൽ നിന്ന് നമ്മുടെ നാവിനെ കാത്തു സൂക്ഷിക്കുക. ഈ നാവെന്ന് പറഞ്ഞതിൽ നമ്മുടെ കൈവിരലുകളും വരും, നമ്മുടെ എഴുത്തുകളും വരും എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ പേനയും തൂലികയും നമ്മുടെ നാവിൽപ്പെട്ട ഒന്നാണ് എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഒരാളുടെ കൊലപാതകത്തിലും ഒരു രക്തത്തിലും നമുക്ക് പങ്കില്ലാതിരിക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഹസൻ റളിയല്ലാഹു അൻഹു കാണിച്ചിട്ടുള്ള ജാഗ്രത നമ്മൾ ചിന്തിക്കേണ്ട വളരെ വലിയൊരു വിഷയമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കാണാം, അമ്മാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ മസ്ജിദ് നബവിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മാർ റളിയല്ലാഹു അൻഹു നല്ല കരുത്തനും ശക്തനുമാണ്. എല്ലാവരും ഓരോ ഇഷ്ടികക്കട്ടകൾ കൊണ്ടുവച്ചുകൊണ്ട് പള്ളിയുടെ പണി നടത്തുമ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു 2 ഇഷ്ടികയാണ് ചുമന്നു കൊണ്ടുവരുന്നത്. അപ്പോൾ ദേഹത്ത് പുരണ്ട മണ്ണ്, അവിടെയൊക്കെ നബിതങ്ങളുടെ വലിയ സാമൂഹ്യ പാഠങ്ങളുണ്ട്. തൻ്റെ അനുചരൻ്റെ പുറത്തായിരിക്കുന്ന മണ്ണ് തട്ടിക്കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ മണ്ണിങ്ങനെ തട്ടിക്കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അമ്മാറുൻ തഖ്തുലുഹുൽ ഫിഅത്തുൽ ബാഗിയ, അമ്മാർ നിങ്ങളെ കൊല്ലുന്നത് ഒരു തെറ്റായ ഒരു വിഭാഗമായിരിക്കും എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ഇവിടെ ഈ ഹദീസ് കേട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു പറയാറുണ്ടായിരുന്നു, അഊദു ബില്ലാഹി മിനൽ ഫിതൻ, ഫിത്നയിൽ നിന്ന് അള്ളാഹുവിനോട്, വിപത്തുകളിൽ നിന്ന്, കുഴപ്പങ്ങളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് അമ്മാർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയാറുണ്ട്. കാരണം ഇതിങ്ങനെ ഇങ്ങോട്ടാണ് എത്തുക എന്ന് അറിയാം. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ജാഗ്രതാ നിർദ്ദേശമാണ്. ആർക്ക്? അമ്മാർ റളിയല്ലാഹു അൻഹുവിന് മാത്രമുള്ളതല്ല, ചരിത്രം വിശദമാണ്, പറയുന്നില്ല. അപ്പോൾ സിഫീൻ യുദ്ധത്തിൽ അമ്മാർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്ന സമയത്ത് സഹാബത്ത് പേടിക്കുകയാണ്. ഈ ഹദീസ് കേട്ടവർ പേടിക്കുകയാണ്, താബിഈകൾ പേടിക്കുകയാണ്. കാരണം ഇവരെ കൊന്നിരിക്കുന്ന വിഭാഗം ബുഗാത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതോടുകൂടെ ആ യുദ്ധം അവിടെ അവസാനിക്കുകയാണ്. ഹദീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ കുഴപ്പങ്ങൾക്ക് മുന്നിൽ ഹദീസിലൂടെയും ഖുർആനിലൂടെയും അള്ളാഹുവും റസൂലും നമുക്ക് തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മളെ പിടിച്ചു നിർത്തുന്നതാവണം. ഇതാണ് ഇതിൻ്റെ സന്ദേശം. ആ ചരിത്രം നീണ്ടതായതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. അതുപോലെ തന്നെ ഇനി ജമൽ യുദ്ധത്തിലേക്ക് വരാം. ജമൽ യുദ്ധത്തിൽ സംഗതി വശാൽ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ എത്തിപ്പെടുന്നു. എൻ്റെ വിശദമായ ചരിത്രം നമുക്ക് പറയാൻ സമയമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ യുദ്ധത്തിന് പോയതല്ല. ഇവിടുത്തെ താല്പര്യകക്ഷികൾ അങ്ങനെ പറഞ്ഞു വരുത്താറുണ്ട്, യുദ്ധത്തിന് സ്ത്രീകൾക്കും പങ്കെടുക്കാം, ആയിഷ റളിയല്ലാഹു അൻഹ ജമൽ യുദ്ധത്തിന് പുറപ്പെട്ടു എന്ന്. സംഗതി അങ്ങനെയല്ല. അങ്ങനെ അല്ല എന്ന കാര്യം എവിടെ നിന്ന് മനസ്സിലാകും? ഹദീസിൽ നിന്ന് തന്നെ മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സാഹചര്യം, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് പോയ സമയത്താണ് ഈ പ്രശ്നം നടക്കുന്നത്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉമ്മയായ നിങ്ങൾ വരണമെന്ന് ചില ആളുകൾ ചെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് സഞ്ചരിച്ചെത്തുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതാണ് സാഹചര്യം ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ അവിടെ അവസാനം അത് മറ്റു ചില തൽപര കക്ഷികളുടെ ഇടപെടൽ കൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആയിഷ റളിയല്ലാഹു അൻഹയും അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹയും ആഗ്രഹിക്കാത്തൊരു യുദ്ധത്തിലേക്ക് മറ്റുള്ള ചിലരുടെ ഇടപെടൽ കൊണ്ടൊരു യുദ്ധം ഉണ്ടായിത്തീരുകയാണ്. പക്ഷേ അങ്ങനെ ഒരു യുദ്ധമുണ്ടായപ്പോൾ തന്നെ അലി റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹുവും ഓർത്തൊരു ഹദീസ് ഉണ്ട്. അതും കൂടി ഓർക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറേ കുഴപ്പങ്ങൾ ഉണ്ടായെങ്കിലും അത് അവിടെ പിടിച്ചു നിർത്തിയതുപോലെ നിൽക്കുകയാണ്. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, നിങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഖാല ലി അലി ഇബ്നു അബീ ത്വാലിബ് ഇന്നഹു സയകൂനു ബൈനക വബൈന ആയിഷത അംറുൻ, നിങ്ങൾക്കിടയിൽ കുഴപ്പങ്ങളുണ്ടാവും. പക്ഷെ ഇത് കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു, അന്ന് കുഴപ്പങ്ങളൊന്നുമില്ല, ഉമ്മഹാത്തുൽ മുഅ്മിനീന. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അന യാ റസൂലല്ലാഹ്, ഞാനും നബിയെ, ഞാനും നമ്മുടെ ഉമ്മയും തമ്മിൽ എന്ത് പ്രശ്നം, എന്ത് കുഴപ്പമുണ്ടാവാനാണ്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഖാല നഅം, അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രതികരണമുണ്ട്, അങ്ങനെയെങ്കിൽ ഖാല ഫഅന അഷ്ഖാഹും യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയെങ്കിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ദൗർഭാഗ്യവാൻ ഞാനായിരിക്കുമല്ലോ നബിയെ എന്ന് അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്. ഇത് ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് അപ്പം നബി തങ്ങൾ പറയണേ, ഖാലല, നിങ്ങൾ അങ്ങനെ പരാജിതനൊന്നുമല്ല, വലാകിൻ ഇദാ കാന ദാലിക ഫർദുഹാ ഇലാ മുഅ്മിനി, അങ്ങനെ സംഭവിച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹയെ സുരക്ഷിതമായ ഒരിടത്തേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം, നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ പോരാട്ടം നടക്കുന്ന സമയത്ത് വേറെയും ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി മഹദിയോട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു സ്ഥലത്ത് എത്തിപ്പെടും, അവിടെ നിന്ന് നായയുടെ കരച്ചിൽ നിങ്ങൾ കേൾക്കും, നിങ്ങളുടെ രണ്ട് ഇടങ്ങളിലായിട്ട് ഒരുപാട് തലകൾ കൊയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നിടത്തേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത് ജാഗ്രതയോടുകൂടി കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ കരയാണ്. ഈ രണ്ട് സംഭവങ്ങൾ ഓർക്കുകയാണ്. അവസാന വഫാത്താകുന്നത് വരെ എത്തിപ്പെട്ട ആ ഗതിയോർത്ത് മഹദി കരഞ്ഞ് അവിടുത്തെ മക്കനെ നനഞ്ഞു കുതിർന്നിരുന്നു എന്ന ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇതിനെയാണ് ഇന്ന് തൽപര കക്ഷികൾ തെളിവാക്കുന്നത്. നിങ്ങൾ നോക്കണം, അലി റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടാത്ത കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യം, ആയിഷ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടാത്ത, പക്ഷേ അള്ളാഹുവിൻ്റെ ഖലാ കൊണ്ട് അങ്ങനെ സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞു പോയൊരു കാര്യം. അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ ആ ഇടത്ത് നമ്മൾ എടുക്കേണ്ട നിലപാടെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അല്ലാതെ അത് തെളിവാക്കി പിടിക്കാനുള്ളതല്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഈ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒറ്റ ഹദീസ് കൂടി പറയാം, അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. യകൂനു ബൈന നാസിൻ മിൻ അസ്ഹാബി ഫിത്നത്തുൻ യഗ്ഫിറുഹുല്ലാഹു ലഹും ബിസുഹ്ബതിഹിം ഇയ്യായ യസ്തന്നു ബിഹിം ഫിഹാ നാസിൻ ബഅദഹും യുദ്ഖിലുഹും അല്ലാഹു ബിഹന്നാസ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, എൻ്റെ സഹാബത്തിനിടയിൽ ചില കുഴപ്പങ്ങളുണ്ടാകും, അത് എൻ്റെ സുഹബത്ത് കാരണമായിട്ട് അള്ളാഹു താല അവർക്ക് പുറത്തു കൊടുക്കും. നമ്മൾ ചിന്തിക്കണം, ആ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. അവർക്ക് അള്ളാഹു താല അവർക്ക് പുറത്തു കൊടുക്കും.
എന്നാൽ അതേ രീതിയിൽ പിൽക്കാലക്കാരായ ചിലർ ഇസ്ലാമിക സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നോക്കും. അത് കാരണമായിട്ട് അവരെ അല്ലാഹു തആല നരകത്തിൽ പ്രവേശിപ്പിക്കുകയായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാഗ്രതാ നിർദ്ദേശം തന്നതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളെ, ഇത്തരം കുഴപ്പങ്ങളെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അടയാളങ്ങളൊന്നും നമ്മൾ നിരാശരാവാനുള്ളതല്ല, പകരം അതിൽ നമ്മൾ കാണിക്കേണ്ട ജാഗ്രത എന്താണെന്ന് മനസ്സിലാക്കാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് നമ്മൾ സാധാരണ പറയുന്നതാണ്. ഇദാ ഖാമത്തിസ് സാഅതു വഫീ യദി അഹദികും ഫസീലത്തുൻ ഫല്യഗ്രിസ്ഹാ. ഖിയാമത്ത് നാൾ സംഭവിക്കാനിരിക്കുകയാണ്. നിങ്ങളുടെ ഒരാളുടെ കയ്യിൽ ഒരു തൈയുണ്ടെങ്കിൽ നിങ്ങളത് നട്ടുപിടിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഈ വിഷയത്തിൽ വലിയൊരു മാതൃകാപരമായ ഹദീസാണ്. അപ്പോൾ കുഴപ്പങ്ങളുണ്ടാകും. ആ കുഴപ്പങ്ങളെക്കുറിച്ച് നമ്മൾ നിരാശരാവാതെ, നാം സമൂഹത്തിന് നമുക്കും വേണ്ടി പ്രായോഗികമായ കാര്യങ്ങളിൽ നിന്ന് പിന്മാറാതെ അതൊക്കെ ചെയ്യുകയും എന്നാൽ ആ കുഴപ്പങ്ങളിൽ വന്ന് വീഴാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അവസാനിപ്പിക്കാം. അവസാനമായി സൈനുലാബ്ദീൻ ബുഖാരി ഈ ഫിഖ്ഹു തഹവ്വലാത്തിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെന്ന് പരിചയപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അത് നോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ പഠിതാക്കൾ അത് വീണ്ടും പഠനത്തിന് വിധേയമാക്കണമെന്ന് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തും. ഫിഖ്ഹു തഹവ്വലാത്തിൽ ഒരൊറ്റ ഹദീസ്, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്ന ഈമാനിനെയും ഇസ്ലാമിനെയും ഇഹ്സാനിനെയും കുറിച്ച് ചോദിച്ചതിന് ശേഷം ചോദിച്ച ഒരൊറ്റ ചോദ്യത്തെ ഒരു ഫന്നായി രൂപീകരിച്ച് അതിവിശാലമായ ഒരു ലോകം, ഒരു പഠന ലോകം നമുക്ക് സമർപ്പിച്ച് ഹബീബ് അബൂബക്കറുൽ ആദനി ബിൻ അലി അൽ മഷ്ഹൂർ അദ്ദേഹം ഒട്ടനവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അത് കാലക്രമമനുസരിച്ചുകൊണ്ടാണ് അദ്ദേഹം രചന നടത്തിയിട്ടുള്ളത്. ആദ്യമായി നുബുദത്തു സൂറ ആദ്യത്തെ ഗ്രന്ഥം, പിന്നീട് നുബുദ, പിന്നീട് അൽ ഇഖ്ലീദ്, ദവാഇറുൽ ഇആദ, അൽ ഉസസു വൽ മുന്തലിഖാത്ത്. ഏകദേശം 500-ലധികം പേജുകളുള്ള ഈ ഒരു ഫന്നിന് ഏറ്റവും കൂടുതൽ പ്രവിശാലമായ ഒരു വിശദീകരണം, അതിബൃഹത്തായ ഒരു വിശദീകരണം നൽകിയ ഗ്രന്ഥമാണ് അൽ ഉസസു വൽ മുന്തലിഖാത്ത്, ഹബീബ് അബൂബക്കറുൽ ആദനി ബിൻ അലി അൽ മഷ്ഹൂർ തങ്ങളുടേത്. ഇതിൽ എല്ലാ ഗ്രന്ഥങ്ങളും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പഠനം കൂടുതൽ വ്യാപിപ്പിക്കാൻ വേണ്ടി ഈ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് വായിക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നന്നായി പഠിക്കുകയും ചെയ്യണമെന്ന് പഠിതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്.